ഹലോ, നമ്മൾ ഇന്ന് പോകുന്നത് കൊളോൺ ചർച്ചും അതിന്റെ വിശേഷങ്ങളും കാണാനായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മൻ കത്തോലിക്ക മതത്തിന്റെയും ഗോത്തിക് വാസ്തുവിദ്യയുടെയും പ്രശസ്തമായ ഒരു സ്മാരകമാണിത്. 1996 ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ടു. 515 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട ശിഖരമുള്ള ചർച്ചാണ് കൊളോൺ കത്തീഡ്രൽ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 14 വ്യോമാക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഈ കത്തീഡ്രൽ 1956 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ഇന്നും പഴയതിലും പ്രൗഢിയോടും ഗാംഭീര്യത്തോടും കൂടി നിലകൊള്ളുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ കാണുന്ന എൻട്രൻസ് 19th സെഞ്ചുറിയിൽ ഡിസൈൻ ചെയ്തതാണ്. 632 വർഷങ്ങൾ കൊണ്ട് പണികഴിപ്പിച്ച ഒരു ഗോത്തിക് മാസ്റ്റർ പീസ് ആയ കത്തീഡ്രലിന്റെ ഫ്ലോർ പ്ലാൻ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി സന്ദർശകർ വന്നു പോകാറുള്ള ഈ ചർച്ചിനെ കുറിച്ച് പല പഴങ്കഥകളും പറയപ്പെടുന്നുമുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ചർച്ചിന്റെ വാസ്തുശില്പി നദിക്കരയിലെ ഡെവിൾ സ്റ്റോൺ എന്നറിയപ്പെടുന്ന പാറയിൽ വിശ്രമിക്കുകയായിരുന്നു. അയാൾ പതിയെ ഉറങ്ങിപ്പോവുകയും ഉറക്കമുണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ മണലിൽ വടികൊണ്ട് ഒരു ചർച്ചിന്റെ രൂപരേഖ വരച്ചിരിക്കുന്നതായും കണ്ടു. ഈ അപരിചിതനായിരുന്നു ഡെവിൾ. അത്ഭുതത്തോടെയും അതിലേറെ ആശങ്കയോടും കൂടെ ഡെവിളുമായ ഒരു കരാറിന് ആർക്കിടെക്ട് ശരിവെക്കുകയായിരുന്നു. ഇതായിരുന്നു ആ കരാർ. കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് മുതൽ 3-ാം വർഷം കഴിഞ്ഞ് അടുത്ത ദിവസം കോഴി കൂവുന്നതുവരെയാണ് നിങ്ങൾക്കുള്ള സമയം. അതിനുള്ളിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെയും ഭാര്യയുടെയും മകന്റെയും ആത്മാവിനെ ഞാൻ ഈ തരുന്ന രൂപരേഖയ്ക്ക് പകരമായി എനിക്ക് തരണം. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഈ 3 വർഷത്തിന് ശേഷവും കെട്ടിട നിർമ്മാണം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നെ സൂക്ഷിക്കാം. ഇതറിഞ്ഞ ആർക്കിടെക്റ്റിന്റെ ഭാര്യ പിശാചിനെ എങ്ങനെ കബളിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഒരു കുട്ടി കോഴി കൂവുന്നത് അനുകരിക്കുന്നതായും കോഴികളത് ഏറ്റുപിടിക്കുന്നതായും അവൾ മനസ്സിലാക്കി. ഈ വിദ്യ ഉപയോഗിച്ച് പിശാചിനെ പറ്റിക്കുന്നതിനായി അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതേ സമയം നഗരമധ്യത്തിൽ ചർച്ച് പണിതുയരുകയായിരുന്നു. മൂന്ന് വർഷത്തിന് ശേഷം രാത്രിയിൽ തൊഴിലാളികൾ നിർമ്മാണം പൂർത്തിയാക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഡെവിൾ ആർക്കിടെക്റ്റിന്റെ കുടുംബത്തിന്റെ ആത്മാവിനെ അവകാശപ്പെടാനും തയ്യാറെടുക്കുകയായിരുന്നു. അതിരാവിലെ തന്നെ ഉണർന്ന ആർക്കിടെക്റ്റിന്റെ ഭാര്യ കോഴിയുടെ ശബ്ദം അനുകരിക്കുകയും നാടെങ്ങുമുള്ള പൂവൻ കോഴികൾ കൂവാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനുശേഷമാണ് കത്തീഡ്രലിന്റെ അവസാന കല്ലിടാൻ സാധിച്ചത്. അതിനാൽ തന്നെ പിശാച് പന്തയത്തിൽ തോൽക്കുകയും കത്തീഡ്രലിനെ ശപിക്കുകയും ചെയ്തു. കത്തീഡ്രൽ എന്ന് പൂർത്തീകരിക്കുന്നുവോ അന്ന് ലോകം അവസാനിക്കുമെന്നായിരുന്നു ആ ശാപം. ഈ കാരണത്താൽ ഇന്നും കത്തീഡ്രലിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ചരിത്ര പ്രാധാന്യങ്ങൾ ഏറെയുള്ള ഈ കത്തീഡ്രലിൽ നിരവധി നിധികൾ ഇന്നും സൂക്ഷിക്കുന്നു. 1848 കത്തീഡ്രലിന്റെ ജൂബിലിക്ക് വേണ്ടിയാണ് ഈ ജാലകം സ്ഥാപിച്ചത്. ഇതിന്റെ മെയിൻ ഇമേജിലുള്ളത് ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച 2 കാര്യങ്ങളാണ്. വലതുവശത്തായി ഉണ്ണിയേശുവിനെ കാണാനെത്തിയ ആട്ടിടയന്മാരും ഇടതുവശത്തായി 3 ജ്ഞാനികളെ ചിത്രീകരിച്ചിരിക്കുന്നു. താഴെയുള്ള ഇമേജിൽ കാണുന്നത് 4 പ്രവാചകന്മാരെയുമാണ്. 1470 ടിൽമാൻ ഫന്തേഴ്ബുഷിന്റെ കീഴിൽ നിർമ്മിച്ച സെയിന്റ് ക്രിസ്റ്റഫറിന്റെ 12.5 ഫുട്ട് ലെങ്തുള്ള കൽപ്രതിമയാണിത്. 90s ചർച്ചിന്റെ എൻട്രൻസ് ഈ ഭാഗത്തായിട്ടായിരുന്നു.
1440-നും 42-നും ഇടയിൽ സ്റ്റെഫാൻ ലോഗ്ന ക്രിയേറ്റ് ചെയ്ത ഒരു ട്രിപ്റ്റിക് പെയിന്റിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് പെയിന്റ് ചെയ്യപ്പെട്ടത് കൊളോണിലുള്ള സെന്റ് മരിയ ഇൻ ജെറുസലേം എന്ന ചാപ്പലിന് വേണ്ടിയാണ്. എന്നാൽ 1810 ഇത് കൊളോൺ കത്തീഡ്രലിലേക്ക് മാറ്റപ്പെട്ടു. 1371 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗോഡ്ഫ്രിഡ് നാലാമനെ ഏക മതേതര രാജകുമാരനായി ഇവിടെ അടക്കം ചെയ്തു. പ്രസിദ്ധരായ മറ്റു പലരെയും ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട്. ഗാംഭീര്യത്തിന്റെയും നിഗൂഢതയുടെയും ഒരു പുണ്യസങ്കേതമായ കൊളോൺ കത്തീഡ്രലിലെ 3 രാജാക്കന്മാരുടെ ദേവാലയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്കൻ ദേശത്തു നിന്നുള്ള ഇതിഹാസ രാജാക്കന്മാരായ കാസ്പർ, മെൽക്കിയോർ, ബൽത്താസർ എന്നിവർ സ്വർണം, കുന്തിരിക്കം, മീറ എന്നിവയുടെ സമ്മാനങ്ങളുമായി നക്ഷത്രത്തെ പിന്തുടർന്ന് ബെത്ലഹേമിലേക്ക് പോയതായി ബൈബിളിൽ പറയപ്പെടുന്നു. ഈ രാജാക്കന്മാരുടെ അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം പൂശിയതും പലതരം രത്നങ്ങൾ പതിപ്പിച്ചതുമായ ഈ കൂടാരമാണ് കൊളോൺ കത്തീഡ്രലിലെ ഏറ്റവും പ്രശസ്തമായ കലാസൃഷ്ടി. ഇത് അറിയപ്പെടുന്നത് ഷ്രൈൻ ഓഫ് ദ ത്രീ കിങ്സ് അഥവാ 3 രാജാക്കന്മാരുടെ ദേവാലയം എന്നാണ്. ഇറ്റലിയിലെ മിലാനിൽ സൂക്ഷിച്ചിരുന്ന ഇവരുടെ തിരുശേഷിപ്പുകൾ 1164 റോമൻ എംപറർ ഫ്രെഡറിക് ബാർബറോസ കൊളോണിലെ ആർച്ച് ബിഷപ്പ് ഡാസൽ റെയ്നാഡിന് കൈമാറുകയും അദ്ദേഹം അത് കൊളോൺ കത്തീഡ്രലിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നതിനായി 1190 വെർഡൂണിലെ നിക്കോളാസ് ആണ് ദ ഷ്രൈൻ ഓഫ് ദ ത്രീ കിങ്സ് പണി കഴിപ്പിച്ചത്. ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ ചിത്രീകരിക്കുന്ന ഏറ്റവും പഴക്കമേറിയതും മികച്ചതുമായ ഈ സ്കൾപ്ചർ ഓക്കിൽ കൊത്തിയെടുത്തതും ഭാഗികമായി സ്വർണം പൂശിയതുമാണ്. ഇത് 960 ആർച്ച് ബിഷപ്പ് ഗെറോയ്ക്ക് വേണ്ടി കമ്മീഷൻ ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. ഈ സ്കൾപ്ചറിന് 6 അടി 2 ഇഞ്ച് ഉയരവും അതിന്റെ കൈകളുടെ വ്യാപ്തി 5 അടി 5 ഇഞ്ചുമാണ്. കുരിശിൽ മരിച്ച ക്രിസ്തുവിന്റെ ഏറ്റവും പഴയ പാശ്ചാത്യ ചിത്രീകരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. ദ ക്രൂസിഫിക്സ് ഓഫ് ബിഷപ്പ് ഗെറോ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് കത്തീഡ്രലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.